So hi guys, welcome to this video. അപ്പം നമ്മൾ ബ്ലൈൻഡ് 75 എന്ന് പറയുന്ന മോസ്റ്റ് പോപ്പുലർ DSA ലിസ്റ്റാണ് നമ്മൾ ഈ പ്ലേ ലിസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ്. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് given an integer array nums, return true if any value appears at least twice and return false if every element is distinct. സോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ, ഈ അറേയിൽ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ 1 2 3 1 ഇവിടെ 1 ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പം നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല, നമ്മളിവിടെ ഒരു ഫോൾസ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? എപ്പോഴും ഒരു DSA ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് പല രീതിയിലൊരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്, ബെറ്റർ, ഒപ്റ്റിമൽ, അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആദ്യമേ കയറി ഒപ്റ്റിമൽ സൊല്യൂഷൻ പറയരുത്. നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് പറഞ്ഞിട്ട് ഇന്റർവ്യൂവർ പറയുന്നു ഇതിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം ലൈക്ക് ഇത് ബ്രൂട്ട് ഫോഴ്സ് ആണ്, നമുക്ക് ഇനി ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് ടൈം കോംപ്ലക്സിറ്റീസ്, സ്പേസ് കോംപ്ലക്സിറ്റീസ് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് നമ്മൾ ഐഡിയലായിട്ട് ചെയ്യേണ്ടത്. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ നമുക്ക് ആദ്യം ഞാൻ പറയാം. സോ അറേ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ബ്രൂട്ട് ഫോഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ഐറ്ററേഷൻ നെസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കാം മിക്കപ്പോഴും ഒരു കേസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എപ്പോഴും n² n³ അങ്ങനെ ഒരു ഹയർ ടൈം കോംപ്ലക്സിറ്റിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. ആൻഡ് അത് മോസ്റ്റ് ഇൻറ്റ്യൂട്ടീവ് സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ്, ഈ അറേൻ്റെ ഔട്ടർ ലൂപ്പ് നമുക്ക് അറേൻ്റെ എല്ലാ എലമെന്റ്സിനെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ അകത്ത് ഒരു ഇന്നർ ലൂപ്പ്, ഇപ്പം നമ്മൾ ഫസ്റ്റ് എലമെന്റ് ഇത് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്യാം. അപ്പോൾ അത് n² ആയിരിക്കും. ഫസ്റ്റ് ലൂപ്പ് ഫസ്റ്റ് എലമെന്റും എല്ലാത്തിനും ചെക്ക് ചെയ്യുന്നത്, സെക്കൻഡ് അങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 2 എലമെന്റ്സ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാം ട്രൂ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന്. സോ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ കോഡ് ചെയ്യുന്നില്ല, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കാണാം. സോ അതിൻ്റെ സൊല്യൂഷൻ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 2 ലൂപ്പുണ്ട്, ഒരു ഔട്ടർ ലൂപ്പുണ്ട്, ഒരു ഇന്നർ ലൂപ്പുണ്ട്. എന്നിട്ട് 2 എലമെന്റ്സ് ഈക്വൽ ആണോ നോക്കുന്നു, അങ്ങനെയാണ് നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഇതൊന്നുമല്ല, ഒരു എലമെന്റ്സ് സിമിലർ അല്ലെങ്കിൽ നമ്മൾ ലൂപ്പിന്റെ പുറത്ത് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. സോ അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബെറ്റർ സൊല്യൂഷൻ, ഇതിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഫസ്റ്റ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ n² ടൈം കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അതിൻ്റെ നെക്സ്റ്റ് ഉള്ളത് എന്തൊക്കെയാണ്? നമുക്ക് ബിഗ് ഓഫ് n ടൈം കോംപ്ലക്സിറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ വേറൊരു ബെറ്റർ സൊല്യൂഷൻ എന്താണ്? നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി n log n ആണ്. ബെസ്റ്റ് സോർട്ടിങ് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആണ്. സോ n log n നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി വരും. അപ്പൊ നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, സിമിലർ എലമെന്റ്സ് എല്ലാം അടുത്തടുത്ത് വരും. നമുക്ക് പിന്നെ ജസ്റ്റ് ഒരു ഒറ്റ ഐറ്ററേഷൻ മാത്രം മതി. അത് ഇതിന്റെ കൂടെ ആഡ് ആകുമ്പോഴത്തേക്ക് ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി n log n ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ നെക്സ്റ്റ് എലമെന്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു സിംഗിൾ ഐറ്ററേഷനിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലയെന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന്റെ കോഡും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കാണിക്കാം. നമുക്ക് ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷന്റെ കോഡ് മാത്രം എഴുതി പോവാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ സോർട്ട് ചെയ്യുന്നു. ആദ്യം ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ സോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെങ്കിലും നീറ്റ് കോഡിന്റെ ഈ സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം സൊല്യൂഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാവുന്നതാണ്. ഓക്കെ, സോ ഡോട്ട് സോർട്ട് വിളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സോർട്ടായി വരുന്നു. പിന്നെ ഒരു ഒറ്റ ലൂപ്പ് മതി, നംസ് ഡോട്ട് ലെങ്ത് വരെ പോകുന്ന ഒരു ലൂപ്പ് വിളിക്കുക. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, പ്രീവിയസ് എലമെന്റോ നെക്സ്റ്റ് എലമെന്റ് ആയിട്ടോ നിങ്ങൾ ഇൻഡെക്സ് എങ്ങനെ വെക്കുന്നോ അതുപോലെ ചെക്ക് ചെയ്യാം. ആൻഡ് സെയിം ഇതുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി മോസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n കൊണ്ടുവരണം അല്ലേ? അപ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കൊണ്ടുവരാം. സ്പേസ് കോംപ്ലക്സിറ്റിയും കൂടെ എക്സ്ട്രാ കയറി വരും. എങ്ങനെ പോയാലും ഇതിന്റെ ഒരു സൊല്യൂഷന് നമുക്ക് കോൺസ്റ്റന്റ് സ്പേസിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേറൊരു ഡേറ്റ സ്ട്രക്ചറിന്റെ ഹെൽപ്പും കൂടെ വേണം.
അപ്പോൾ അതിരിക്കെ അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആയിരിക്കും, സ്പേസ് കോംപ്ലക്സിറ്റിയും ബിഗ് ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഷ് സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കോഡ് എഴുതാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സെറ്റ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ആവും. ഇതിൻ്റെ അകത്ത് നമുക്ക് പാരാമീറ്റർ ആയിട്ട് ഇത് നമുക്ക് അറേ പാസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സെറ്റ് ഒന്ന് ലോഗ് ചെയ്യാം. console.log set. ഓക്കെ, ഇന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് എന്താ തരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഇതാണ് നമ്മുടെ അറേ 1 2 3 1. നമ്മുടെ സെറ്റ് തരുന്നത് എന്താ 1 2 3 ആ. 1 ഇല്ല, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും സെറ്റ് എടുക്കത്തില്ല. സെറ്റ് ഒരിക്കൽ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വന്നാൽ സെറ്റ് അതിലോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സെറ്റിന്റെ പ്രോപ്പർട്ടി ആണത്. ഡ്യൂപ്ലിക്കേറ്റ്സ് അത് സ്റ്റോർ ചെയ്യത്തില്ല. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ 1 2 3 4 എല്ലാം യൂണീക്ക് ആയതുകൊണ്ട് സെറ്റും എല്ലാം യൂണീക്ക് ആയിട്ട് വെക്കുന്നു. ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അപ്പം നമുക്ക് ഇവിടെ സെറ്റ് യൂസ് ചെയ്ത് കോൺസ്റ്റന്റ് ടൈം അല്ല, എല്ലാ എലമെന്റ്സും ഒരിക്കൽ ഐറ്ററേറ്റ് ചെയ്യുന്നു. ബിഗ് ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റിയിൽ സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എന്നിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 ലൈനിൽ ഇതിന്റെ ഫുൾ സൊല്യൂഷൻ അങ്ങ് എഴുതാം. സെറ്റ് കണ്ടുപിടിച്ചു. ഇനി സെറ്റിന്റെ ലെങ്ത്തും ഇവിടെ കണ്ടോ, സെറ്റിന്റെ ലെങ്ത് 3 ആണ്, അറേന്റെ ലെങ്ത് 4 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ സിമ്പിൾ ലോജിക്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ സെറ്റ് ഡോട്ട് ലെങ്ത്. സെറ്റ് ഡോട്ട് ലെങ്ത് ആണോ സൈസ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സൈസ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് സൈസ് എന്ന് തന്നെ വെക്കാം. ഓക്കെ, സെറ്റ് ഡോട്ട് സൈസ് നോട്ട് ഈക്വൽ ടു നംസ് ഡോട്ട് ലെങ്ത്. അപ്പൊ ഇത് നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യണം അല്ലേ? യെസ്, സെറ്റ് ഡോട്ട് സൈസ് നോട്ട് ഈക്വൽ ടു നംസ് ഡോട്ട് ലെങ്ത്. അപ്പൊ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എല്ലാ ടെസ്റ്റ് കേസും ഒന്ന് ഓട്ടിച്ച് നോക്കാം. സോ യാ, so this is the solution for contains duplicate. So നമുക്കും ഈ ഹാഷ് സെറ്റിന്റെ തന്നെ നമുക്ക് ഇതിന്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഒന്ന് കാണാം. ഓക്കെ, ഇതിന്റെ ലെങ്ത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്, സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്. എന്തുകൊണ്ട്? നമ്മൾ സെറ്റും എടുക്കുന്നുണ്ട്, എല്ലാ എലിമെന്റ്സും സ്റ്റോർ ചെയ്യാം വേഴ്സ്റ്റ് കേസിൽ സെറ്റിനും. അപ്പോൾ രണ്ടും ബിഗ് ഓഫ് എൻ ആണ് ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ. So I hope you really understand the solution. Thank you.